കോഴിക്കോട് നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 31 പേർ പോലീസ് കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, ഗുഡ് ഈവനിംഗ്. നമ്മുടെ ഒരു ഉദ്യമം, മുഖ്യമന്ത്രി നമ്മുടെ ചീഫ് എഡിറ്റർക്ക് കൊടുത്ത ഒരു വാക്ക്, അതൊക്കെ കൃത്യമായി തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ആളുകളെ കൂടുതലായി പിടിക്കുന്നു. അന്ന് തന്നെയല്ലേ ഈ ലഹരി കേസുകളുടെ എണ്ണം കൂടുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? ക്രിസ്റ്റീന, സംസ്ഥാന വ്യാപകമായി തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് വകുപ്പുകൾ, ഒന്ന് ആഭ്യന്തര വകുപ്പ്, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ്, ഈ രണ്ട് വകുപ്പുകളും കൃത്യമായി ഈ ലഹരി വേട്ട നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. ഒരുപക്ഷെ SKN യാത്ര പുരോഗമിക്കുമ്പോൾ രണ്ട് ജില്ലകൾ പിന്നിട്ട് മൂന്നാം ജില്ലയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു തരംഗമായി ഇതിനെതിരായ പ്രതിരോധം മാറുകയാണ്, ഇതിനെതിരായ പ്രതികരണം മാറുകയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് നഗരത്തിൽ, അതായത് സിറ്റി പോലീസ് നഗരം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു ഓപ്പറേഷനിൽ 31 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ 4 പേർ വൻകിടയും ചെറുകിടയുമായ വിൽപ്പനക്കാരാണ്. മറ്റ് 27 പേർ, 4 പേർ വിതരണക്കാരും കച്ചവടക്കാരുമാണ്. പക്ഷേ ബാക്കി 27 പേരും ഇത് കൈകാര്യം ചെയ്തവർ, ഇത് ഉപയോഗിച്ചവരും ഇത് കയ്യിൽ വെച്ചവരുമാണ്. അങ്ങനെയാണ് വിവിധ പോലീസ് സ്റ്റേഷൻ, അതായത് ടൗൺ പോലീസ് സ്റ്റേഷൻ, അതുപോലെ കസബ പോലീസ് സ്റ്റേഷൻ, ഈ പരിധിയിൽ നടത്തിയ ഒരു റെയ്ഡിലാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാളയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ കാസർഗോഡ് സ്വദേശി കാസർഗോഡ് വിവേകാനന്ദ നഗറിലെ ബിജു ആണ്. ഈ ബിജു അവിടെ വെച്ച് വിൽപ്പന നടത്തുന്നു, ഇയാളെ പിടികൂടുന്നു. അതുപോലെ തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാർബറിൽ വെച്ച് കല്ലായി ചക്കുംകടവ് സ്വദേശി ആയ അമൽ 24 വയസ്സുകാരനാണ്. അതായത് ഇന്നലെ നമ്മൾ കണ്ടതാണ്, വെറും 21 വയസ്സ് മാത്രമാകുന്ന ഒരു പയ്യൻ വലിയ രീതിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഒരു ശൃംഖലയുടെ തന്നെ ഉടമയായി മാറിയത്. ഇന്ന് ഇപ്പോൾ 31 പേരെയാണ് ഏതാനും മണിക്കൂറുകൾ നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.